ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ MP സ്ഥാനം രാജിവെക്കാം. ആ വിഷയം ഞാൻ വിദേശത്തായിരിക്കുമ്പോഴാണ് ഈ വിഷയം നടക്കുന്നത്. ഞാൻ ലാൻഡ് ചെയ്ത അന്ന്, ഞാൻ ദുബായിൽ നിന്ന് വന്ന അന്ന് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ്, ഞാൻ അതിരാവിലെ എത്തി. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ആ സ്ഥാപനത്തിൽ പോയി. അവിടെ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉണ്ടായിരുന്നു, ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെയുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും അവിടെയുള്ള ഈ കുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു കമ്മ്യൂണലി പോളറൈസ്ഡ് ആയി സെൻസിറ്റീവ് ആയ ഒരു ഇഷ്യൂ ആയി അത് മാറരുത് എന്ന ഒറ്റ ഉദ്ദേശം മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ആരുടെയും ഒരു അവകാശവും കവർന്നെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അവിടെ നിലവിലുള്ള ഒരു കമ്മ്യൂണൽ ഹാർമണി തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു വിമർശനമായി വന്നിരുന്നില്ല. കണ്ടിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ MP സ്ഥാനം രാജിവെക്കാം. അതാണ് സ്റ്റേറ്റ്മെന്റ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി പറയല്ലേ. ഈ കുട്ടിയുടെ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറയാണ് ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്ന് അദ്ദേഹം പറയാൻ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്.